മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ സ്പോൺസറുടെ ഫൗൾ പ്ലേ. നവംബറിൽ അർജന്റീന എത്തില്ലെന്ന് ഉറപ്പായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വീഴ്ച വരുത്തിയ സ്പോൺസർ സന്ദർശനം മുടങ്ങിയതോടെ ഫിഫയെ ചാരി തടിയൂരുകയാണ്. പ്രതികരണം കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ഇന്ന് കേട്ടത്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. ആ ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുതൽ മുടക്ക് മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് പറയുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു, അർജന്റീന തീരുമാനിച്ചു, അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ സമയം വരെ ഫിഫേന്റെ വാക്ക് കൊണ്ടിട്ടില്ല. ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷേ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും. മെസ്സി വരാത്തതിന് ദുർബലവാദങ്ങൾ നിരത്തുന്ന സ്പോൺസർ അടുത്ത ഓഫറുമായി രംഗത്തെത്തുകയാണ്. ഇനി പുതിയ വാഗ്ദാനം അടുത്ത മാർച്ചിൽ മെസ്സി എത്തുമെന്നുള്ളതാണ്. അതുകൂടി കേൾക്കാം. ഞാൻ പറഞ്ഞറിയോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. കാര്യങ്ങൾ അറിയാതെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെയാണോ ഇങ്ങനെ ഒരു ഉദ്യമത്തിനായി ഈ സ്പോൺസറും ടീമും ഒക്കെ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയത്? അപ്പോൾ നടന്നത് വെറും ഒരു ഫൗൾ പ്ലേ ആണെന്ന് ഇന്നത്തെ മറുപടിയോടെ വ്യക്തമാകുകയാണ്. എന്നോടൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യനും ഒപ്പം TS ഹരികൃഷ്ണയും ചേരുന്നുണ്ട്. അതിനു മുമ്പ് മാർഷൽ ഹരി, ഇന്ന് നടത്തിയ മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് കേട്ടുപോകാം. അതായത് ഇന്നത്തെ വാർത്താ സമ്മേളനം നടത്തിയ സ്പോൺസർ ആവർത്തിച്ച് പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ്. കാരണം ഇതിന് മുൻപ് ഇതേപോലൊരു വാർത്താ സമ്മേളനം ഈ സ്പോൺസർ നടത്തുകയുണ്ടായി. മുൻപ് അന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമങ്ങൾ അന്ന് ഉയർത്തി. അന്നൊന്നും അതിന് മറുപടിയില്ലായിരുന്നു. ഇന്ന് അതേ ചോദ്യങ്ങൾക്ക് ഉത്തരം മറുചോദ്യം എന്ന നിലയിൽ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, അതും പഴിച്ചുകൊണ്ട്. മെസ്സി 2025 ഒക്ടോബറോ നവംബറോ എത്തുമെന്ന് മുൻപ് പറഞ്ഞത് മാധ്യമങ്ങളല്ല, സ്പോൺസറുടെ അന്നത്തെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന, അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആവില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മുടെ ഇല്ലതാനും. അതിൻ്റെ ആവശ്യം ഉണ്ടെന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്, പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം ധാരണയുണ്ട്. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ 2025 ഒക്ടോബർ നവംബറിൽ വരും. അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു കരാർ ലംഘനമാണ്. റിപ്പോർട്ടർ ടീമിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും, മാക്സിമം എഫേർട്ട് നമ്മൾ എടുത്തും, നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. എല്ലാം പറഞ്ഞത് ഈ സ്പോൺസർ തന്നെയാണ്. മാർഷലേട്ടാ, ഈ തുടക്കം മുതൽ ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സാങ്കേതിക ഒരു വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്കിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഉണ്ട്. ഇത്തരം വലിയൊരു അന്താരാഷ്ട്ര മത്സരം നടത്തുകയും അതിലൊരു പ്രധാനപ്പെട്ട ഒരു ടീമിനെയും അതിലെ പ്രധാനപ്പെട്ട ഒരു താരത്തെയും കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് എത്തിക്കുമ്പോൾ ഒരുപാട് ടാസ്ക് ഉണ്ട്. ആ ടാസ്കുകളൊക്കെയാണ് നമ്മൾ തുടക്കം മുതൽ ചൂണ്ടിക്കാട്ടുകയും വിമർശന യുക്തിയോടുകൂടിയൊക്കെ നമ്മൾ ഉന്നയിക്കുകയും ചെയ്തു. അന്നൊക്കെ നമ്മുടെ മുകളിലേക്ക് കുതിര കയറിക്കൊണ്ടാണ് ഈ സ്പോൺസർ ഓരോ മറുചോദ്യങ്ങളും ഓരോ വാർത്താ സമ്മേളനത്തിലും നടത്തുകയും ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഇന്നത്തെ മറുപടിയോടുകൂടി എന്താണ് വ്യക്തമാകുന്നത്? അപ്പോൾ സംഭവം കഥ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മറുപടി പറയേണ്ടത്. സ്വാഭാവികമായിട്ടും 2022 അർജന്റീന വേൾഡ് കപ്പ് നേടുന്നു. അതിനുശേഷം അർജന്റീന അവരുടെ സൈറ്റിൽ അർജന്റീനയ്ക്ക് പിന്തുണ നൽകിയ രാജ്യങ്ങൾ, പ്രദേശങ്ങൾ, അങ്ങനെയുള്ളവരുടെ എല്ലാം കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ കേരളത്തിലെ ആരാധകരുടെ ഫോട്ടോസും ഇതുമെല്ലാം ഇതിനകത്ത് വരികയാണ്. സ്പോർട്സ് മന്ത്രി ഇത് കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ ഇത് കണ്ടപ്പോൾ അതിനകത്തുള്ള നമ്മളെല്ലാം വാർത്ത കൊടുത്താണത്. അതായത് കേരളത്തിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് അന്ന് അർജന്റീനൻ ടീം ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണുകയും നമ്മളതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്പോർട്സ് മന്ത്രിയുടെ ഓഫീസ് അർജന്റീനയെ തിരിച്ച് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ദൃശ്യങ്ങൾ
മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ ഈ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് വെച്ചതിൽ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു മറുപടി കത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ, വരുന്നുണ്ടെങ്കിൽ ഇവിടെ കളിക്കാം. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും പിടിക്കില്ലേ, ഇടയ്ക്കൊക്കെ കാണണം, ഇങ്ങോട്ട് വരാൻ കേട്ടോ എന്ന് ക്ഷണിക്കുന്ന പോലെ സർക്കാർ ക്ഷണിക്കുമ്പോൾ സർക്കാരിൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ടീമിനെ കൊണ്ടുപോകാനുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല. പക്ഷേ ഔപചാരികമായി നമ്മളിത് ചോദിക്കുന്നു. എന്നാൽ അർജന്റീനൻ ടീം FA വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. ഞങ്ങൾക്കും സന്തോഷമുള്ളൂ അവിടെ വന്ന് കളിക്കുന്നതിന് എന്നൊരു സാധനം പറയുകയും അതേ തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ കായിക വകുപ്പ് എന്നാൽ പിന്നെ അർജന്റീന ടീമിനെ കൊണ്ടുവന്നാലോ എന്നുള്ള ചർച്ച 2022 ആരംഭിക്കുന്നു. 23 അത് നോക്കിയാൽ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പോൺസർമാരെ കണ്ടെത്തണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് പോകുമ്പോൾ ആദ്യമേ വരുന്നത് വ്യാപാരി വ്യവസായി ടീമൊക്കെയാണ് ഇത് സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ മെയിലിൽ തുടർച്ചയായി വരുമ്പോൾ ആ മെയിലിൽ ആദ്യം പറയുന്നത് ഞങ്ങൾക്ക് ഒരു മാച്ചിന് 125 കോടി രൂപ തരണം എന്ന് പറയുന്നു. 2 മാച്ച് ഞങ്ങൾക്ക് കേരളത്തിൽ കളിക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ കളിക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് അർജന്റീന ഇങ്ങോട്ട് വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തുക, ഈ 250 കോടി രൂപ ഇനിഷ്യൽ മണി ആയിട്ടുള്ളത് കണ്ടെത്തുന്ന ഒരു സ്പോൺസർ വേണം എന്ന് സർക്കാർ മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു. 2023 ആകുന്നത് സർക്കാർ ശ്രമിച്ചിട്ടും ഒരു സ്പോൺസറെ പോലും കിട്ടുന്നില്ല. 2024 ഒരു സ്പോൺസറെ കിട്ടുന്നത്. ഇവിടെ അർജന്റീന അസോസിയേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടൊന്നുമല്ല വരുന്നത്. അവരെല്ലാവരും സ്വാഭാവികമായിട്ടും എല്ലാ ഫുട്ബോൾ ക്ലബ്ബും ചെയ്യുന്ന പോലെ തന്നെ സ്പോൺസറെ വിശ്വസിച്ചാണ് വരുന്നത്. സ്പോൺസർ ഈ തുക അവരുടെ അക്കൗണ്ടിലുണ്ടെന്ന് കാണിക്കണം, സ്പോൺസർ ഈ തുക നൽകണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് അറിയണം. ഇതിനെല്ലാം സ്പോൺസറുടെ ഒരു ഉറപ്പ് വേണം. അങ്ങനെയുള്ളൊരു സ്പോൺസറെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ബുദ്ധിമുട്ട് വന്നത്. അങ്ങനെ സ്പോൺസറെ കിട്ടിയിട്ട് തുടർ നടപടികളായിട്ട് പോകുമ്പോൾ ആദ്യം നിശ്ചയിച്ചനുസരിച്ച് മാർച്ചിൽ വന്ന് കളിക്കേണ്ടത് ഈ വർഷം മാർച്ചിൽ ആദ്യം വന്ന് കളിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള തുടർ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ, അതായത് രാജ്യത്തിൻ്റെ അനുമതി വേണം ഒരു വിദേശ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ വിട്ടുപോയൊരു കാര്യമുണ്ട്, RBIയുടെ അനുമതി അന്ന് വാങ്ങിയിട്ടില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഈ പണം നൽകേണ്ടത് എന്നുള്ളത് കൊണ്ട് RBIയുടെ അനുമതി കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ RBIയുടെ അനുമതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ കാലതാമസം വന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അർജന്റീനിയൻ ടീമിൻ്റെ ഇങ്ങോട്ടുള്ള വരവ് മുടങ്ങിപ്പോകുന്നത്. അപ്പോൾ എവിടെ വെച്ച് നമ്മൾ കാണും എന്നുള്ളൊരു ചോദ്യം ഇതിനിടയിൽ അർജന്റീനിയൻ ടീം തന്നെ ചോദിക്കുന്നു. അങ്ങനെയാണ് മന്ത്രിയും ടീമും അല്ലാതെ സ്പെയിനിലേക്ക് പോയത് ഓർമ്മയുണ്ടല്ലോ. ആ സ്പെയിനിൽ പോയി അവിടെ വെച്ച് സംസാരം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു സ്പോൺസർ എത്തുന്നു. ആ സ്പോൺസർ കൃത്യസമയത്ത് പണം കൊടുത്തില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാതി. സംസ്ഥാന സർക്കാരിന് പക്ഷേ സ്പോൺസറോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഒഴിയുന്നതും. ഞാൻ ആ സംസ്ഥാന സർക്കാരിന്റെ കുറച്ച് റോൾ കൂടി ചോദിക്കേണ്ടതുണ്ട്. മന്ത്രി എടുത്ത സൈലന്റ് ചില അതുകൂടെ ഞാൻ വരാം. ഹരികൃഷ്ണൻ, ഇപ്പോൾ ഫിഫയുടെ അനുമതിയാണ് ഇന്നിപ്പോൾ പറയുന്നത്. മറ്റൊരു ഓഫർ കൂടി വെക്കുകയാണ്. അതാണ് മാർച്ചിൽ വിൻഡോയുണ്ട്, നെക്സ്റ്റ് വിൻഡോ എന്നുള്ളതാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലുള്ള വിദഗ്ധരുടെ, കാരണം ഇതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. കാരണം കൃത്യമായി ഓരോ പോയിന്റും ഓരോ ദിവസം ചർച്ച ചെയ്ത് പോകണം. അല്ലാതെ സ്പോൺസർ കൈമലർത്തുന്നത് പോലെയല്ല. സ്പോൺസർക്ക് എന്തും പറയാം, എന്തും പറഞ്ഞ് വിശ്വസിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ അവധാനതയുള്ള ആളുകളുടെ പ്രതികരണം വളരെ. നമ്മൾ ഈ ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റി പ്രതിനിധിയായിരുന്നുള്ള രവികുമാറിനെ നമ്മൾ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റായിരുന്നു. ആ പ്രതികരണം ഒരിക്കൽ കൂടി അതിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം കേൾക്കാം. മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. കാരണം മാർച്ചിലെ ഇന്റർനാഷണൽ വിൻഡോ എന്ന് പറയുന്നത് മാർച്ച് 23 മുതൽ 33 വരെയാണ്. അത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പ് മത്സരത്തിന് 2 മാസം മുമ്പ് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ട് കളിക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കളിയിൽ നിന്ന് അവർക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്? എത്രയോ റിസ്ക് ആയിരിക്കും, ഏതൊക്കെ പ്ലേയേഴ്സ് ഇഞ്ചുർ ആകും. മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അവരിപ്പോ തൽക്കാലം അവരുടെ ഒരു പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്. പക്ഷെ ഞാൻ എഴുതി വെച്ച് തരാം, ഇത് മാർച്ച് വിൻഡോയിൽ നടക്കാൻ പോകുന്നില്ല. പിന്നത്തെ വേൾഡ് കപ്പിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഒരു വിൻഡോ ഉണ്ട്, അതിലും നടക്കാൻ പോകുന്നില്ല. ഇതിനെയും 2026 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നടന്നു എന്ന് വരെ. അവിടെയാണ് ഹരി, ആരാധകരുടെ നവംബറിലെ ആശാമരം കട്ട് ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്തൊരു മാർച്ചിലേക്ക് അടുത്ത സ്വപ്നം നമുക്ക് തരികയാണ്. അപ്പോൾ ആ സ്വപ്നം അത് വിശ്വസിക്കേണ്ടതുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത്. അതിലെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് രവികുമാർ ഒന്ന് ടച്ച് ചെയ്ത് പോയത്. ഹരിക്ക് എന്താണ് മനസ്സിലാകുന്നത്? തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമാണ്, നവംബർ എന്നുള്ളൊരു തീയതി പറയുന്നത്, നവംബർ 17 എന്ന് പറയുന്ന തീയതി പറയുന്നത് സ്പോൺസറാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനത്തിലൂടെ തന്നെയാണ് അത്
ജനങ്ങളെ അറിയിക്കുന്നതും. ശരി, നവംബർ 17-ന് എന്തായാലും വരും എന്നുള്ളൊരു തീരുമാനം ഒരു സ്പോൺസർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക? അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് അതിൽ കൊണ്ടുവരിക, അതിനുള്ള സാധ്യതകൾ ഇനി നടത്താനുള്ള ക്രമീകരണങ്ങൾ, ഇതൊക്കെയാണ് ചിന്തിക്കുക. നമ്മൾ ആദ്യമേ പറയുന്നു, ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടോ. ആദ്യം തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവർ നിശ്ചയിക്കുന്നു, പിന്നെ അവിടുന്ന് കളി മാറ്റി കൊച്ചിയിലേക്ക് പോകുന്നു. അപ്പോൾ കൊച്ചിയിൽ നേരത്തെ അണ്ടർ-17 ഫുട്ബോളൊക്കെ ഫിഫ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കൊച്ചിയിൽ നടത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിനുവേണ്ടി ആ ഗ്രൗണ്ടിന് വേണ്ടി പണം അക്കാര്യം അവിടുത്തെ അർജന്റീന പ്രതിനിധികളും വന്ന അല്ലെങ്കിൽ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തിയവർക്കൊക്കെ ബോധ്യപ്പെട്ടു. അതിന്റെ കൂടി അതൃപ്തി അതുകൊണ്ടാണല്ലോ ഫിഫ അനുമതി നൽകാത്തത്. ശരിയാണല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഫിഫ അനുമതി നൽകാത്തത്. അതായത് ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ഈ സ്പോൺസർ പോവുകയാണ്. 70 കോടിയോളം മുടക്കി. അപ്പോഴും നമ്മൾ ചിന്തിച്ചത് ഈ ചുരുങ്ങിയ സമയത്ത് ഈ 70 കോടി മുടക്കി ആ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ അർജന്റീന മാധ്യമങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോഴും കായിക വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമ്മൾ വാർത്തകൾ കൊടുക്കുമ്പോഴും സ്പോൺസർ ഒരൊറ്റ പിടിയിൽ നിന്നു നവംബർ 17-ന് വരുമെന്ന്. നവംബർ 17-ന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് നമ്മൾ വാർത്ത നൽകിയത്. ആ സാഹചര്യങ്ങൾ പത്രസമ്മേളനത്തിൽ ഇങ്ങോട്ട് ചോദിക്കുക സ്പോൺസർ. ഇതാണ് സംഭവിച്ചത്. ഇനി മാർച്ചിലെ കാര്യം. മാർച്ചിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജൂൺ കഴിഞ്ഞാൽ വേൾഡ് കപ്പാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു റിസ്ക്. ഒരു കാര്യം, പിന്നെ നമുക്ക് മാർഷൽ ഈ ജൂൺ അല്ലെങ്കിൽ ജൂൺ മാസം കഴിയുമ്പോൾ ആ വേൾഡ് കപ്പിൽ അതിലേക്ക് പോവുകയാണ്, ആ ഒരു ടൈമിലേക്ക് പോവുകയാണ്. അപ്പോൾ ടൈം ഷെഡ്യൂളിലേക്കാണ്. പിന്നീട് അതിന് മുന്നോടിയായിട്ട് മാർച്ചാണ് ഇവർ പറയുന്നതെങ്കിൽ അടുത്ത ഒരു യൂറോപ്യൻ ആ ഒരു ക്ലൈമറ്റൊക്കെയാണ് അടുത്ത പോകുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാലാവസ്ഥ, അതുമായിട്ട് പൊരുത്തപ്പെടണം, പരിശീലനങ്ങൾ ആ രീതിയിലേക്ക് കൊണ്ടുപോകണം. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ചാമ്പ്യനായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതിനിടയ്ക്ക് വരാനുള്ള സാഹചര്യങ്ങളാണ് നേരത്തെ രവികുമാർ അതിൻ്റെ പ്രതിബന്ധങ്ങളാണ് പറഞ്ഞത്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിനെ കുറിച്ച്? ആ വിൻഡോ ആയാലും ഏത് വിൻഡോ ആയാലും ശരി, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം സർക്കാരാണല്ലോ ഇതിന് ബാക്കി നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്, തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. സമയത്ത് ഒരിക്കൽ പോലും ഇത്തരമൊരു ഇത് നമ്മൾ പരീക്ഷയുടെ സമയമാണ്, നമ്മളെല്ലാ കാര്യം കൂടെ നോക്കണമല്ലോ. കേരളത്തിന്റെ അവസ്ഥയോട് ആ സമയത്ത് നോക്കണം. അത് പരീക്ഷാകാലമാണ്. സർക്കാരിന് ഇതിനകത്ത് നേരിട്ട് ഇടപെടാൻ വേണ്ടി പറ്റില്ല. കാരണം നോട്ടിഫിക്കേഷൻ വരും. മാർച്ചിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സർക്കാരിന് അവകാശപ്പെടാം. കാരണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ രീതിയിൽ അതാണ് വേറൊരു പ്രശ്നം. അതായത് പാലക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിഷയം വന്നിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഇത് പ്രതിപക്ഷം പലപ്പോഴായിട്ട് ഉന്നയിക്കുന്ന സാധനമാണ്. കാരണം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരു മലപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഇവിടുത്തെ മെസ്സി ആരാധകരെയും ഫുട്ബോൾ പ്രേമികളെല്ലാം ഒരു ആവേശത്തിലാഴ്ത്തിയതിനു ശേഷം അവരെ എല്ലാം വഞ്ചിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതിൽ സർക്കാരിന് വീഴ്ചയുണ്ട്. കേവലം ഒരു സ്പോൺസറെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇത്തരം ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിനുള്ള തുടർ നടപടികൾ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പല പൊതുമരാമത്ത് സെക്രട്ടറി ഉൾപ്പെടെ പലരും അംഗങ്ങളായ കമ്മിറ്റികൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മീറ്റിംഗ് ചേരുകയാണ്. എന്ത് കാര്യത്തിൽ? അതെ, മുഖ്യമന്ത്രി ഈ പറയുന്ന സ്പോൺസറുടെ അദ്ദേഹത്തിന്റെ പേജാണ്. ഈ പേജ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ പ്രത്യേക ഒരു പേജും കൂടി തുടങ്ങിയിട്ടുണ്ട്, സഹോദരന്മാരെ ചേർത്തിട്ടുള്ള. ഇതിനകത്തൊക്കെ ഇട്ടിരിക്കുന്ന മീറ്റിങ്ങുകളുടെയും റീൽസ് ഇങ്ങനെ പറന്നു പോവുകയാണ്. റീൽസ് നടക്കുമ്പോൾ റീൽസ് നമുക്ക് കാണാം, നല്ല ലൈക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നത് പോലെ പല ചോദ്യങ്ങളും ആളുകൾ ചോദിക്കുന്നുണ്ട്, വരുമോ ഇല്ലയോ, മറുപടി പറയണം. അത് പല ഭാഷകളിലും പല ശൈലിയിലുമൊക്കെയാണ് ആരാധകർ പല രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷെ അതിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഈ ആരാധകരെ സംബന്ധിച്ചോളം ഹരി, നമ്മൾ ആലങ്കാരികമായി പറഞ്ഞ തേഞ്ഞൊട്ടി എന്ന്. പക്ഷേ അവർ പറയുന്ന എന്നുള്ളത് മാത്രമല്ല, പറഞ്ഞു മെഴുകുന്നത് കണ്ടില്ലേ രാവിലെ. ഇത് സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു വിശദീകരണം, തൃപ്തികരമായ ഒരു വിശദീകരണം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് ഞങ്ങളുടെ വീഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഇവർ വരില്ല എന്നുള്ള കാര്യം നേരത്തെ പറയാം. ഇന്ന് ഡേറ്റ് കൊടുക്കേണ്ട ദിവസമാണ്. ഇന്ന് 25-ാം തീയതിയാണ്. എല്ലാം ശരിയായാൽ ഇന്നു മുതൽ ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്ന ദിവസമാണ്. അപ്പം ആ ദിവസം എത്തിയിരിക്കുന്നു, അപ്പോൾ വാർത്തകൾ വരുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. വീണ്ടും അടുത്ത ചാൻസ് കൂടെ പറയാണ് മാർച്ചിൽ വരുമെന്ന്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു വരി കൂടിയുണ്ട്. അതായത് മാർച്ചിൽ വരണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങൾ തീരുമാനിക്കേണ്ട. അപ്പോൾ സ്വയം തീരുമാനിച്ചാൽ മതിയില്ല വരണ്ടാന്ന്. അല്ല, അവിടെയാണ് ഹരി ഈ സർക്കാരിനൊരു റോളുമില്ലേ? കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാം ഒരു വ്യവസ്ഥയും ഒന്നും ഇല്ല. അല്ല കൈപ്പള്ളി, അതിനകത്ത് സർക്കാരിന് വീഴ്ചയുണ്ട്. ഇന്ന് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോൺസറെ മാത്രമല്ല നമ്മൾ ഇതിനകത്ത് പഴി പറയേണ്ടത്. കാര്യം ഇതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെസ്സി എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? CPM-ന്റെ ഏതെങ്കിലും മന്ത്രിമാരെ മെസ്സി വരുമെന്ന് പറഞ്ഞ് കേട്ടോ? ഇല്ല. അങ്ങനെ ചോദിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മിനിസ്റ്റർക്ക്, അദ്ദേഹം കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് കുറച്ചുകൂടിയൊക്കെ ആലോചിക്കാമായിരുന്നു. ഇതിനകത്ത് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്പോൺസർക്കില്ല. സ്പോൺസർക്ക് ആരോടും ഉത്തരവാദിത്തമില്ല. സ്പോൺസർ ഒരു കളി വെക്കുന്നത്, അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ് നടത്തി തിരിച്ചു. ഹരി, അവിടെയാണ് ഈ പറയുന്ന ഈ സ്പോൺസറും അവരൊക്കെ ഒരുപാട് ബിസിനസ്
നടത്തിയിട്ടുണ്ട്, ആ ബിസിനസ്സിൻ്റെയൊക്കെ ഭാവി എന്തായിട്ടുണ്ട്, അത് മറ്റൊരു സംശയമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെങ്കിലും, കാരണം ഇത്രയും ആളുകൾ, ഒരുപാട് ആരാധന, നിസ്സാര കാര്യമല്ല, എല്ലാവരും അവരുടെ സമയമുണ്ട്. ഈ ഉദ്യോഗസ്ഥർ എത്രയോ വിലപ്പെട്ട ഈ മീറ്റിംഗ് എന്ന് പറയുന്ന സമയം വളരെ പ്രധാനമാണ്. അവരെ വിളിച്ചിരുത്തുകയാണ്. റീൽസ് ഇട്ട് ഈ സ്പോൺസർക്ക് പോകാം, അതല്ല ഇതിനെ സംബന്ധിച്ച് അവധാനതയോടുകൂടി ഇതാണോ, അല്ലെങ്കിൽ ഫിഫയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെ ആശയവിനിമയം ത്രൂ നടന്നിട്ടുണ്ടോ, എവിടെയാണ് പിഴവ് പറ്റിയെന്നാണ് നമുക്ക് ആകെ ഇതിന്റെ ചിത്രം ഇതുവരെ. ഇന്നിപ്പോഴാണല്ലോ ഒരു ചിത്രം പൂർണ്ണമായി നമുക്ക് അടുത്ത മാസത്തെ നവംബർ കാര്യത്തിൽ വ്യക്തമാകുന്നത്. ഇതുവരെയുള്ള നടന്ന കളികൾ എന്താണ്? അതായത് ഇതിനിപ്പോൾ മറുപടി പറയേണ്ടത് ഇപ്പോൾ കായിക പ്രേമികളെ പറഞ്ഞു പറ്റിച്ചിരിക്കുക, കേരളത്തിലെ ജനങ്ങളെയും പറഞ്ഞു പറ്റിച്ചിരിക്കുക. അതായത് ഇത്രയും ദിവസമായിട്ടും ഇതിനൊരു കൃത്യമായൊരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ വെറുതെ മാധ്യമങ്ങൾ അങ്ങ് പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ എന്താണോ ചൂണ്ടിക്കാണിച്ചത് അത് വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. എൻ്റെ ഒരു ആശങ്ക വേറൊന്ന് ഞാൻ പറയട്ടെ. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച ആ വരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ സ്റ്റോർ ചെയ്തതാണ്. അതായത് ലയണൽ മെസ്സിയും അർജന്റീനയും കേരളത്തിൽ വന്നാൽ അത് അവർക്ക് കൂടിയാണ് നല്ലത്. അപ്പൊ അങ്ങനെയൊക്കെ അതായത് ഈ ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ മെസ്സി എന്താ ഒരു ധാരണാ പ്രശ്നമാണോ അതോ ഇനി അദ്ദേഹം ഇനി എന്തുദ്ദേശിച്ചിട്ട് പറഞ്ഞതാണോ എന്ന് ഇപ്പോഴും സംശയമാണ്. ഇപ്പോഴും അത് ആളുകൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം 130 കോടി രൂപ അടച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. 130 കോടി രൂപയൊക്കെ ഒരാളൊന്നും കാണാതെ കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. 10 വർഷത്തേക്കൊക്കെയുള്ള കരാറ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. സ്ഥിരീകരണമില്ല ഇതിനകത്ത്. അപ്പോൾ GCDA ഇതിന് 10 വർഷത്തേക്ക് ഇവർക്ക് ഇത് കൊടുത്തിരിക്കണം. മെസ്സി വരുമെന്നുള്ള ഒറ്റ കാരണത്താൽ, അർജന്റീനൻ ടീം വരുമെന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു ഗ്രൗണ്ട് മുഴുവൻ ഹൈജാക്ക് ചെയ്യപ്പെടുവാണോ? ഇവിടുത്തെ കേരളത്തിന്റെ കായിക മേഖല സംബന്ധിച്ചോളം ഇത്തരം സ്പോൺസർമാരൊക്കെ വരുന്നതിന് മുമ്പേ അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് ചിട്ടയിൽ പോകുന്നതാണ്. അതിനകത്ത് നമുക്കിപ്പോൾ ഒരു ഭ്രാന്തുണ്ട്, ഫുട്ബോളിനുള്ളൊരു ഭ്രാന്തുണ്ട്. ആദ്യം ആ ഒരു ഭ്രാന്ത് മുതലെടുത്തുകൊണ്ട് ഇത്തരം പ്രവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരും ഇതിനകത്ത് ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കണം. അവിടെ ഒരു കാര്യം കൂടി പരാമർശമാകും. ഇന്ന് കായിക മന്ത്രിയുടെ ആ ഒരു ബ്രീഫിംഗ് മറുപടി കേൾക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും വ്യക്തത കുറവുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം മന്ത്രി, അതായത് ഈ തുടക്കം മുതൽ ഈ ആശയക്കുഴപ്പം ഉള്ളപ്പോഴൊക്കെ മന്ത്രി എടുത്ത് ചോദിക്കുമ്പോൾ ഈ ഫുട്ബോളിന് പന്ത് പാസ് ചെയ്യും പോലെ നമ്മുടെ മന്ത്രി പന്ത് തട്ടി ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതികരണം എടുത്തു നോക്കിയാൽ മന്ത്രിക്ക് കഥ വ്യക്തമായിട്ടില്ല. അതാണോ? അതായത് മന്ത്രിക്ക് കളി വ്യക്തമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ സ്പോൺസറായി മുഴുവൻ ചുമതലയും, എന്നാൽ കത്തിടപാടുകളെല്ലാം സർക്കാരുമായിട്ടാണ് താൻ. അതുകൊണ്ടാണ് RBIയുടെ അനുമതി നൽകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കാലതാമസം വന്നത്. ഇത് കയ്യിൽ നിന്ന് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അത് വളരെ ഇപ്പം ഗോള് കയറിയതിനു ശേഷം ഗോളി നിൽക്കുന്ന പോലെ മന്ത്രി നിന്നു, കയറിപ്പോയി എന്നുള്ള രീതിയിലേക്ക് സ്പോൺസർ ഇത് കൊണ്ടുപോയി. അതിനുശേഷം അത് അവസാനം ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ എന്താണ്, നമ്മൾ ഫൗളാണ്. പക്ഷേ ഇപ്പോഴും ഈ മന്ത്രി തന്നെ വിശ്വസിക്കുകയാണ് മാർച്ചിൽ. അതെ, ഒരു പക്ഷേ നമുക്ക് കാത്തിരിക്കാം മാർച്ചിൽ. അല്ല, വന്നോട്ടെ, നമ്മുടെ എല്ലാ ആരാധകരുടെ ഇഷ്ടമല്ലേ. അല്ല, ഇതെല്ലാം പറയുമ്പോഴും ഓർക്കണം, മെസ്സിയും അർജന്റീൻ ടീമും എങ്ങനെയും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എല്ലാവരും നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഇവിടുത്തെ ഈ സ്ഥാപനത്തിലുള്ള 100 പേരിൽ ഒരു 99% ഫുട്ബോളുമായിട്ട് വളരെ ഒരു അഭേദ്യമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ വലിയ മാത്രമല്ല ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേൾപ്പിച്ചല്ലോ. മലപ്പുറത്തൊക്കെയുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു വഞ്ചന കാട്ടരുത്. ഇനിയിപ്പോൾ പാസ് ചെയ്യാണ്, പന്ത് ഇനിയിപ്പോൾ പാസ് ചെയ്ത് മാർച്ചിലേക്ക് പോവുകയാണ്. ആ മാർച്ചിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, ഈ സ്പോൺസറെ വിശ്വസിക്കാം, അല്ലേ? അതെ, അന്ന് ഈ വരില്ല എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്ന സമയത്ത് ഒരു പ്രതികരണം മലപ്പുറത്ത് നിന്നാണെന്ന് തോന്നുന്നു, അതോ കോഴിക്കോട് നിന്നാണോ എന്തോ ഒരു പ്രതികരണം കേട്ടു. ഒരാൾ ഇന്ന മാസത്തിൽ വരുമെന്ന് കരുതി വിദേശത്ത് നിന്ന് വരാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അത്രയും ഒറ്റ കാര്യം ഉള്ളൂ അതിനകത്ത്. അങ്ങനെ വരെ ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് സ്പോൺസർ അറിയുന്നത് ഫിഫയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റൂ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് പറയാം മാധ്യമങ്ങൾക്ക് ധാരണയില്ല. ആർക്കാണ് ധാരണ ഇല്ലാതായി പോയത്? മാധ്യമങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സ്പോൺസർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പല മാധ്യമങ്ങളും കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നാ സമയത്തിൽ അന്നതുവരെ നിങ്ങൾ കൊണ്ടുപോവാ എന്നുള്ള ലൈനിലേക്ക് സംസാരിക്കുകയും ഇന്ന് തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയതുകൊണ്ട് കൊച്ചിയിലേക്ക് മാറ്റിയെന്ന് എന്താ നമുക്കറിയാത്ത കാര്യമല്ലല്ലോ. തിരുവനന്തപുരത്തെ കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം. എന്നിട്ട് ഫിഫയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ആ വിൻഡോ തുറക്കൂ. അതുപോലെ അറിയില്ലേ? അതായത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ ഉടനെ കയറുമെടുത്ത്. അത് അബ്ദുറഹ്മാനോട് പറയേണ്ട ഒരു സാധനം
സന്തോഷമാണ്. കാണാൻ പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കരുതെന്നുള്ളത്. യെസ്, തീർച്ചയായും അങ്ങനെ എന്തായാലും ഈ കാര്യത്തിൽ ആരാധകരെ സംബന്ധിച്ചോളം ഒരു കടുത്ത ആശങ്ക, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ മെസ്സി ആരാധകർ ഉള്ള ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുള്ള ഒരു സംസ്ഥാനമാണ്, ഒരിടമാണ് കേരളം. ആ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാക്ക് പാലിക്കൽ ഇല്ലാതെ പോയത്.